അന്ന് ചെയ്ത പൗണ്ടിങ് കഴുകി കുളമാക്കിയപ്പോൾ കമന്റ് സെക്ഷനിൽ ഒരുപാട് സജഷൻസ് വന്നിരുന്നു. പൗണ്ടിങ് ചെയ്തിട്ട് കഴുകി നോക്കാതെ അയൺ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ സ്റ്റീം ചെയ്യാമായിരുന്നു എന്നൊക്കെ കമന്റിൽ വന്നിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പണിപാളിയോന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. കഴിഞ്ഞ വട്ടം ബാഗാണ് പൗണ്ടിങ് ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം തൂവാലയാണ് കേട്ടോ, അതായത് കേർച്ചി. ഇതിപ്പോ കൂടുതൽ പേരും ടിഷ്യൂസ് ഒക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ അമ്മമാരെപ്പോഴും പഴയ ശീലങ്ങളൊന്നും മാറ്റത്തില്ലല്ലോ, അവർക്ക് ഇതൊക്കെ തന്നെ വേണം. ഇതിനായിട്ടൊരു തുണിയും കുറച്ച് ഫ്ലവറും പിന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹാമർ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കിയതാണ്. എന്തായാലും ക്യൂട്ട് അല്ലേ. വേറെ ഒരു ഫ്ലവറും എനിക്ക് ഇതുപോലെ ഒന്ന് സെറ്റായിട്ട് വരുന്നതായിട്ട് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ഒരേ ഒരു ഫ്ലവർ മാത്രമേ എടുക്കുന്നുള്ളൂ. തൂവാല ഉണ്ടാക്കുന്നത് കൊണ്ട് അപ്പുറവും ഇപ്പുറവും ഞാൻ ഈ ഡിസൈൻ കൊടുക്കുന്നു. ആദ്യത്തെ ഓപ്പണിംഗ് തന്നെ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ ആണ്. ഇപ്പം നമുക്കിത് നല്ല വെയിലത്ത് ഉണക്കിയതിന് ശേഷം കുറച്ച് സ്റ്റീം ചെയ്ത് അയൺ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എന്തായാലും കർച്ചീഫ് ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. ഡിസൈനൊക്കെ പൊളിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും പൗണ്ടിങ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി കർച്ചീഫ് ആക്കി മാറ്റണമല്ലോ. അപ്പോൾ ഞാൻ അയൺ ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് വരാം. ഇനിയപ്പോൾ ഇതിന് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് സൂപ്പറാക്കണ്ടേ. അതുകൊണ്ട് 4 സൈഡിൽ ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനല്ല കേട്ടോ, ചീഫ് വേണ്ട ആൾ തന്നെയാണ് മടക്കി അടിക്കുന്നത്. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടതിന് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ നല്ല സജഷൻ തന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. എങ്ങനെയുണ്ട് ചീഫ്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കേട്ടോ.